ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ നമുക്ക് അത് ഉപയോഗിച്ച് ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുള്ളൊരു സാമ്പിൾ പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് ഏത് ദിവസമാണെന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു വെറുതെ ഷോയ്ക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് എക്സാമിന് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. എന്നാലേ നമുക്ക് അത് ഉപയോഗിച്ച് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോജിക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അത് ആദ്യം എൻ്റർ ദി ഡേ നമ്പർ എന്ന് ചോദിക്കുന്നു. നമ്മൾ 1 to 7 വരെയുള്ള 1നും 7നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അതനുസരിച്ച് ദ ഡേ ഈസ് മൺഡേ അല്ലെങ്കിൽ ഡേ ഈസ് ട്യൂസ്ഡേ, ദ ഡേ ഈസ് സൺഡേ എന്നൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഏത് നമ്പറാണോ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഏതാണെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ 7 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ ഡേ ഈസ് സാറ്റർഡേ എന്ന ഔട്ട്പുട്ട് കിട്ടണം. 1 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ ഡേ ഈസ് സൺഡേ എന്ന ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് നമ്പറാണോ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഏതാണെന്ന് ഔട്ട്പുട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ നമ്പർ ആയിരിക്കും. 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിൽ 1 2 3 4 5 6 7 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം നമ്മൾ സാധാരണ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഏത് ദിവസമാണെന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. അതല്ലാതെ ഈ 1നും 7നും ഇടയ്ക്കുള്ള നമ്പർ അല്ലാതെ വേറെ ഏത് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താലും ഇൻവാലിഡ് എന്ന ഔട്ട്പുട്ട് കിട്ടണം. ദ ഡേ ഈസ് ഇൻവാലിഡ് എന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ 1 to 7 വരെയുള്ളതാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ എഴുതി കാണിക്കണം. 1 to 7 വരെയുള്ള നമ്പർ അല്ലാതെ വേറെ ഏത് നമ്പർ ടൈപ്പ് ചെയ്താലും ദ ഡേ ഈസ് ഇൻവാലിഡ് എന്നൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് കേസ് ഉപയോഗിച്ചാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എൻ എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ നമ്പറിനെ സ്റ്റോർ ചെയ്യാനാണ് എൻ എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റർ ദി ഡേ നമ്പർ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഇൻറ്റീജർ നമ്പറിനെ നമ്മൾ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ദ ഡേ ഈസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡേ ഈസ് എന്ന് പറഞ്ഞ് ഒരു സ്പേസും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ കോഡ്സ് വെച്ച് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ദ ഡേ ഈസ്, ഈ പോർഷൻ ദ ഡേ ഈസ് എന്നത് കോമൺ ആണ്. ഏത് ദിവസമായിരുന്നാലും ഈ ഒരു പോർഷൻ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആദ്യമേയും കൊടുത്തു. ദ ഡേ ഈസ് എന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഇതിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്, മൺഡേ എന്നാണോ സൺഡേ എന്നാണോ വെനസ്ഡേ എന്നാണോ എന്താണോ ടൈപ്പ് ചെയ്ത് വരേണ്ടത് അത് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്പർ അത് ഉപയോഗിച്ചാണ് സ്വിച്ചിൻ്റെ അകത്തുള്ള ഏത് കേസാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്വിച്ച് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ എൻ എന്ന വേരിയബിളായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂസ് നമുക്കറിയാം. 1 to 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും എന്നിൻ്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പിൾ ആൻസേഴ്സ് നമുക്ക് ആൾറെഡി അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ആ 1 2 3 4 5 6 7 ആയിരിക്കും നമ്മൾ കേസിൻ്റെ കൂടെയുള്ള വാല്യൂ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇവിടെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേസ് 1, കേസ് 2, കേസ് 3 അങ്ങനെ കേസ് 7 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 2 3 4 5 6 7 കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ആയിരിക്കും എന്ന് പറയുന്ന വേരിയബിളിന് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1 2 3 4 5 6 7 എന്ന് കൊടുത്തത്. ഇനി ഇതൊന്നും അല്ല നമ്പർ എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡീഫാൾട്ട് എന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 to 7 വരെയുള്ള നമ്പർ അല്ല നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡീഫാൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫാൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഇൻവാലിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ദ ഡേ ഈസ് മൺഡേ, ദ ഡേ ഈസ് ഇൻവാലിഡ് എന്ന് എഴുതി കൊടുത്തത്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ 10 എന്നോ അല്ലെങ്കിൽ 8 എന്നോ ഒക്കെ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ ഡേ ഈസ് ഇൻവാലിഡ് എന്ന ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയേനെ. അതേസമയം ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ദ ഡേ എൻ്റർ ദി ഡേ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ 2 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ 2 ആവും. 2 ആവുമെന്നെങ്കിൽ കേസ് 2 എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ലേബിൾ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ കേസ് 2 എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാനിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഒറ്റ ലൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഇവിടെ കേസ് 1 എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഓഫ് സൺഡേ എന്നുള്ളതാണ് കേസ് 1. അതിൻ്റെ കൂടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരൊറ്റ വേർഡേ ഉള്ളൂ, ബ്രേക്ക് എന്ന് പറഞ്ഞ് സെമിക്കോണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 ലൈനിൽ കൊടുക്കാതെ ഒറ്റ ലൈനിൽ തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് 1 എന്ന് എഴുതി കോളൻ ഇട്ടിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയ പ്രിൻ്റ് ഓഫ് സൺഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രേക്ക് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കേസ് 2 എന്ന സംഭവമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കേസ് 2ൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഇവിടെ ദ ഡേയ്സ് എന്നും പറഞ്ഞ് മൺഡേ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്.
ദ ഡേ ഈസ് എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൺഡേ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് ഇവിടെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ 4 ആണ് എങ്കിൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ കേസ് 4 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കേസ് 4ൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. വെനസ്ഡേ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് നിൽക്കത്തില്ല. അത് അവിടെ വെച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ച് ടെർമിനേറ്റ് ആയി പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം സിമ്പിളായിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ദിവസം ഏതാണെന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 9 എന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ കേസ് 1 2 3 4 5 6 7 ഈ കേസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തില്ല. കാരണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഡീഫാൾട്ട് എന്ന് പറയുന്ന കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇൻവാലിഡ് എന്നുള്ള സംഭവമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ദ ഡേ ഈസ് ഇൻവാലിഡ് എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ കാണാതെ എഴുതി നോക്കുക. നിങ്ങളിപ്പോൾ ഇതിപ്പം ഇത്രയും കണ്ടു പ്രോഗ്രാം മനസ്സിലായി. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. ഇനി ഞാൻ ഈ ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു, ഈ കേസിൻ്റെ അകത്ത് വരുന്ന എല്ലാ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്കാണ്. ഇവിടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്കാണ്. അതായത് എല്ലാത്തിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് കൊടുക്കണമായിരുന്നു. എന്നിട്ട് അടുത്ത കേസിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയുള്ളൂ. അപ്പോൾ എല്ലാ കേസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സ്വിച്ച് കേസിൽ നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ബ്രേക്കിന് ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം അത് കൊടുക്കുന്നത് വെച്ച്. അപ്പോൾ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ്. ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാ കേസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതേസമയം ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒരു കേസിലും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രണ്ടും തമ്മിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡേയുടെ നമ്പർ 4 ആണെന്ന് കരുതുക. 4 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ എൻ്റെ വാല്യൂ 4 ആവും. അങ്ങനെയാണെങ്കിൽ നേരെ കേസ് 4ലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കേസ് 4 എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻ്റ് ഓഫ് വെനസ്ഡേ എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യും. അതായത് ദ ഡേ ഈസ് വെനസ്ഡേ എന്നത് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ വെച്ച് ബ്രേക്കായി എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്രേക്കായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അതാണ് സംഭവം, സാധാരണയല്ല എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ അതേസമയം ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് കരുതുക. ഒരിടത്തും ബ്രേക്ക് എന്ന സംഭവം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എൻ്റർ ദി ഡേ നമ്പർ ചോദിക്കും. നമ്മൾ അതേപോലെ തന്നെ 4 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സ്വിച്ച് എന്നിൻ്റെ വാല്യൂ 4 ആവുന്നു. അങ്ങനെയാണ് നേരെ കേസ് 4ൽ വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ് വെനസ്ഡേ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എല്ലാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ കേസ് 4 എന്നുള്ളത് അത് ഇവിടെ നമ്പർ 4 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കേസ് 4ൻ്റെ അകത്തുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എല്ലാം കൂടെ അങ്ങ് അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ദ ഡേ ഈസ് വെനസ്ഡേ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഇൻവാലിഡ് നമ്പർ, ഇവിടെ നമ്പറില്ല, ഇൻവാലിഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതും കൂടെ ഈ നമ്പർ എന്ന വേർഡില്ല, അത് ഞാൻ റിമൂവ് ചെയ്തതാണ്. ഇവിടെ ഇൻവാലിഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയാണ്. അതായത് ഏത് കേസാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ എല്ലാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഒന്നും നോക്കാതെ, ഒരു കണ്ടീഷനും നോക്കാതെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൂടി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സത്യം പറഞ്ഞാൽ ഈ സ്വിച്ച് കേസിൻ്റെ സാധാരണയുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ദി ഡേ നമ്പർ എന്ന് ചോദിക്കുക 1 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. കണ്ണടച്ച് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ദ ഡേ ഈസ് സൺഡേ എന്ന് എഴുതി കാണിച്ച് അതിൻ്റെ കൂടെ തന്നെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവാലിഡ് എന്നും കൂടെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് ഒറ്റ ലൈൻ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് ഏത് കേസാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എല്ലാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ അല്ലല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അവിടെ വച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും.
ഇപ്പോൾ ഇവിടെ കേസ് 4 ആണെന്ന് സെലക്ട് ചെയ്ത്, ഇപ്പോൾ 4 ആണ് വരുന്നതെങ്കിൽ കേസ് 4ൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻ്റ് ഓഫ് വെനസ്ഡേ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ വെച്ച് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് അത് സ്വിച്ച് കേസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൻ്റെ അകത്ത് ഇപ്പം ഈ കേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ 5 സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 6ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ബ്രേക്ക് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ വെച്ച് എക്സിക്യൂഷൻ ബ്രേക്ക് ആവും. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ ബ്രേക്ക് ആയിട്ട് അത് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാത്തിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ. ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ മൊത്തം അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ണുറച്ച് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ മൊത്തം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് തെറ്റായ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റോങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കേസിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേസമയം ഡീഫാൾട്ടിൻ്റെ കൂടെ നമ്മൾ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഡീഫാൾട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ബ്രേക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഒരേ എഫക്റ്റ് തന്നെയാണ്. ബ്രേക്ക് കൊടുത്താലും അത് ബ്രേക്ക് ആവും. ബ്രേക്ക് കൊടുത്തില്ല, ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല എങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങ് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഡീഫാൾട്ടിൻ്റെ കൂടെ ബ്രേക്ക് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ബ്രേക്ക് കൊടുക്കണ്ട. ബാക്കിയുള്ളതിനെല്ലാം ബ്രേക്ക് നിർബന്ധമായും കൊടുക്കണം. ഇല്ലെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് കണ്ണുടച്ച് അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് സ്വിച്ചിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.